നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സയാട്ടിക്ക വേദന അഥവാ കണങ്കാലിലേക്കിറങ്ങുന്ന നടുവേദനയെക്കുറിച്ചാണ്. എന്താണ് സയാട്ടിക്ക? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഞരമ്പാണ് സയാറ്റിക് നെർവ്. ഇത് നടുവിന് താഴെ നിന്ന് ആരംഭിച്ച് അരക്കെട്ട് വഴി കാൽമുട്ടിന് പിറകിലൂടെ താഴേക്ക് പോകുന്നു. ഈ ഞരമ്പിന് എന്തെങ്കിലും തരത്തിലുള്ള ഞെരുക്കമോ സമ്മർദ്ദമോ ഉണ്ടാകുമ്പോഴാണ് സയാട്ടിക്ക വേദന അനുഭവപ്പെടുന്നത്. മിക്കവാറും ഒരു കാലിൽ മാത്രമാകും വേദന വരിക. ചിലർക്ക് കഠിനമായ വേദനയായിരിക്കും, മറ്റു ചിലർക്ക് മരവിപ്പ്, തരിപ്പ് അല്ലെങ്കിൽ കാല് ബലമില്ലാത്തതുപോലെ തോന്നാം. കൂടുതലും നടുവിലെ ഡിസ്ക് സ്ഥാനത്തുനിന്ന് തെന്നിമാറുന്നതുപോലുള്ള കാരണങ്ങളാലാണ് സയാറ്റിക് നെർവിന് ഈ പ്രശ്നമുണ്ടാകുന്നത്. വേദന കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സയാറ്റിക്ക വേദന കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളിതാ. വിശ്രമം. വേദന കൂടുതലുള്ള ദിവസങ്ങളിൽ തീർച്ചയായും വിശ്രമിക്കണം. പക്ഷേ ഒരുപാട് ദിവസം വെറുതെ കിടക്കുന്നത് ഒഴിവാക്കുക. ചെറുതായി നടക്കുന്നത് പേശികൾക്ക് നല്ലതാണ്. ചൂടും തണുപ്പും. ഐസ് പാക്ക് വെക്കുന്നത് വീക്കം കുറയ്ക്കും. 2 ദിവസത്തിനു ശേഷം ചൂടുവെള്ളത്തിൽ മുക്കിയ തുണി വെക്കുന്നത് പേശികൾക്ക് അയവ് നൽകാനും ആശ്വാസം കിട്ടാനും സഹായിക്കും. ചെറിയ വ്യായാമങ്ങൾ. പേശികളെ ബലപ്പെടുത്തുന്നതിനും അയവു വരുത്തുന്നതിനും സഹായിക്കുന്ന ചെറിയ വ്യായാമങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. ശരിയായ ഇരിപ്പ്. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടുവിന് താങ്ങു നൽകുന്ന രീതിയിൽ ശ്രദ്ധിക്കുക. ഒരുപാട് നേരം ഒരേപോലെ ഇരിക്കുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ എഴുന്നേറ്റ് നടക്കുക. ചികിത്സ. വേദന കുറയാതെ വന്നാൽ ഒരു ഡോക്ടറെ കാണാൻ മടിക്കരുത്. വേദനയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി കൃത്യമായ മരുന്നുകളും ഫിസിയോതെറാപ്പിയും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. എപ്പോൾ ഡോക്ടറെ കാണണം? നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ടെങ്കിലോ, കാലിന് ബലക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മൂത്രശങ്ക നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഒട്ടും വൈകാതെ ഒരു ഡോക്ടറെ കാണണം.